السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. اتقوا الله عباد الله. عن جابر بن عبد الله رضي الله عنه قال: لعن رسول الله صلى الله عليه وسلم آكل الربا وموكله وكاتبه وشاهديه وقال هم سواء. ജാബിർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ശപിച്ചിരിക്കുന്നു, ആക്കില റിബ വ മൂക്കിലഹു, പലിശ തിന്നുന്നവനെയും അതുപോലെ തന്നെ വ മൂക്കിലഹു, അത് തീറ്റിപ്പിക്കുന്നവനെയും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. വകാതിബഹു, അതുപോലെ തന്നെ അത് എഴുതി വെക്കുന്ന, അതിൻ്റെ ജോലി ചെയ്യുന്ന ആളെയും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. വശാഹിദൈഹി, അതോടൊപ്പം തന്നെ അതിന് സാക്ഷ്യം വഹിക്കുന്ന രണ്ടു പേരെയും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. വഖാല, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഹും സവാഉൻ, ഇവരെല്ലാവരും തന്നെയും തത്തുല്യരാണ്. അതായത് പ്രതിഫലത്തിൽ, ഇവർ ചെയ്ത തിന്മയിൽ എല്ലാവരും ഒരേപോലെയുള്ളവരാണ്. തിന്നവരും അതുപോലെ തന്നെ തീറ്റിപ്പിച്ചവനും അതിൻ്റെ ജോലി ചെയ്യുന്നവനും അത് എഴുതി വെക്കുന്നവനും അതിന് സാക്ഷ്യം വഹിക്കുന്നവനും എല്ലാം തന്നെയും ഒരുപോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇപ്പം നമുക്കറിയാം, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എവിടേക്ക് തിരിഞ്ഞാലും പലിശയാണ്. പലിശ എന്ന പേര് പറയാതെ തന്നെ പലപ്പോഴും പല പേരുകൾ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, അതിന് ന്യായീകരിക്കാറുണ്ട്. EMI എന്ന് പറഞ്ഞുകൊണ്ടും മറ്റൊക്കെ അതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ കച്ചവടത്തിൽ വരുന്ന പലിശകളാണ്. നമ്മൾ ചിലപ്പോൾ ബാങ്കിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, പലിശ എടുക്കുന്നുണ്ടാവില്ല. പക്ഷേ നമ്മളൊരു സ്വർണം വാങ്ങുന്നിടത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ സ്വർണം കടമായിട്ട് വാങ്ങും, അല്ലെങ്കിൽ കടമായിട്ട് നമ്മൾ വിൽക്കും. ആ രൂപത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും എന്ത് തന്നെയാണ്, പലിശയുടെ വിഭാഗത്തിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, EMI എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായിട്ടുള്ള കാര്യം. അതെന്താണ്, അത് ഒരു വില പറയും, ആ വില ഇങ്ങനെ തവണയായിട്ട് ഇങ്ങനെ അടക്കാണ്. സത്യത്തിൽ ഒരു സംഗതി നമ്മൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ തുടക്ക സമയത്ത് അതിനൊരു റേറ്റ് ഫിക്സ് ചെയ്യണം. റേറ്റ് ഫിക്സ് ചെയ്യണം. ആ റേറ്റിൽ നിന്ന് പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല. അങ്ങനെയുള്ളതാണെങ്കിൽ തവണകളായിട്ട് അടക്കാം. അപ്പോൾ പലപ്പോഴും പറയാറുണ്ട് EMIയിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടെ ആ കരാറ് പലിശ കരാറാണ്. കാരണം എന്താണ്, ഏതെങ്കിലും ഒരു സംഗതിയിൽ തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ ചാർജ് ഈടാക്കും. അപ്പോൾ ആ കരാർ എന്താണ്, പലിശ കരാറാണ്. അപ്പോൾ ആ കരാറിൽ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒപ്പുവെക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പിന്നെ സ്വർണം വാങ്ങാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ കുറച്ച് പൈസ കൊണ്ടുപോയി കൊടുത്തു, എന്നിട്ട് അവിടെ ഫിക്സ് ചെയ്യും, എന്നിട്ട് അവിടെ ഇടും, എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലും, പിന്നെ അതിന് കുറച്ച് പൈസ ഇടും. അങ്ങനെ പൈസ ഇട്ടുകൊണ്ട് സ്വർണം വാങ്ങുന്ന രൂപം. അതല്ലെങ്കിൽ സ്വർണം നമ്മൾ ഒന്നിച്ചിട്ട് വാങ്ങും, അതിൻ്റെ പൈസ പിന്നീട് നമ്മൾ ഒരുമിച്ചിട്ട് അടക്കും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മേഖലയാണ്. അതൊക്കെ എന്താണ്, പലിശയുമായി ബന്ധപ്പെടുന്ന മേഖലകളാണ്. നമ്മൾ മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പരമാവധി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു വബിഹംദിക, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.